പ്രതിസന്ധികൾ എല്ലാം തരണം ചെയ്ത് നമ്മുടെ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു കമേഴ്ഷ്യൽ സിനിമയാണ്. എല്ലാ കമേഴ്ഷ്യൽ ചേരുവകളും ഉൾപ്പെടുത്തി പ്രവീൺ നാരായൺ എന്ന് പറയുന്ന ഡെബ്യൂ ഡയറക്ടറിന്റെ ഒരു കമേഴ്ഷ്യൽ സിനിമ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ സിനിമയിൽ ഭയങ്കര ഒരു ബേണിംഗ് ഇഷ്യൂ, വളരെ സെൻസേഷൻ ആയുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് പറയുന്നത്. അതായത് ഒരു സ്ത്രീ അല്ലെങ്കിൽ അനുപമ പരമേശ്വരൻ ചെയ്യുന്ന ജാനകി എന്ന് പറയുന്ന കഥാപാത്രം, അവൾ അബ്യൂസ് ചെയ്യപ്പെടുകയാണ് ഒരു ദിവസം. അപ്പോൾ അതാണ് കേസ്. ആ ഒരു കേസ് എങ്ങനെ നമ്മുടെ ജുഡീഷ്യറി ആൻഡ് നമ്മുടെ സിസ്റ്റം, പോലീസിങ്, ഇതെല്ലാം എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ തന്നെ പറയുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ വരുന്ന പല കാര്യങ്ങളും ഒരു സാധാരണ പ്രേക്ഷകൻ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ആദ്യം വരുന്നത്. കാരണം സുരേഷ് ഗോപിയുടെ കഥാപാത്രം നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലേസ്മെന്റ് ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ ഒരു സാധാരണ പ്രേക്ഷകർ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലേസ്മെന്റ് ഒന്നും അല്ല സംവിധായകൻ കൊടുത്തിരിക്കുന്നത്. അത് തികച്ചും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് തന്നെയാണ്. പിന്നെ അത് രണ്ടാമത്തെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഒരു ചുവട് മാറ്റം വളരെ ആയാസകരമായിട്ട് തന്നെയാണ് നമ്മുടെ ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. അതായത് സുരേഷ് ഗോപി ചെയ്യുന്ന കഥാപാത്രം ഇസ് സംവൺ ഹു ഈസ് റെസ്പോൺസിബിൾ, കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്ന ഒരു ആളാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ പുള്ളിയാണ്. സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ശ്രുതി രാമചന്ദ്രൻ വരുന്നുണ്ട്. അവരാണ് ജാനകിയുടെ വക്കീലായി അപ്പിയർ ചെയ്യുന്നത് കോർട്ടിലുള്ള കാര്യം. ഫസ്റ്റ് ഹാഫിൽ ഇതിൽ കുറേ കട്ട്സ് വരുത്തിയിട്ടുണ്ട് നമ്മുടെ CBFC. അപ്പോൾ അത് എടുത്തു പറയേണ്ടതാണ്. കാരണം ജാനകി എന്ന് പറയുന്ന പേര് ഉപയോഗിക്കാത്ത ഏരിയാസൊക്കെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഏരിയാസാണ്. അതായത് പോൺ കാണുന്ന ഒരാളാണോ ജാനകി. അപ്പോൾ ഈ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ മൊത്തത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറി ഒരു വലിയൊരു ഭയങ്കര മഹത്വവൽക്കരിച്ചിട്ട് തന്നെ ആ സിനിമ അതിൽ കാണിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ആർട്ടിക്കിൾ 21, അതായത് റൈറ്റ് ടു ലീവ് ഇൻ ഡിഗ്നിറ്റി, അപ്പോൾ ആ ഒരു ക്ലോസിനെ വളരെ കാര്യമായിട്ട് തന്നെ സിനിമ പറയുന്നുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സ് എൻഡിൽ വരുമ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് ആൻഡ് പോലീസ് അവരെ വളരെ നന്നായിട്ട് വിമർശിക്കുന്നുണ്ട്. ഒരു സുരേഷ് ഗോപി ചിത്രം വിമർശിക്കുമ്പോൾ അതിന് വേറെ രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടായേക്കാം, അറിയില്ല. ഒരു സിനിമ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എന്തായാലും അങ്ങനെ സർക്കാരുകൾ മാറി മാറി വന്ന കേരള സർക്കാരിനെയാണ് സ്ത്രീ സുരക്ഷയുടെ പേരിൽ വിമർശിക്കുന്നത്. സംവിധായകനാണോ ആരാണോ, എന്തായാലും അങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. ഒരു സുരേഷ് ഗോപി ചിത്രം എന്നുള്ള രീതിയിൽ അടി പിടി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഭയങ്കര മാസ് അവതാറല്ല, എന്നാലും ഒരു ആവറേജ് സുരേഷ് ഗോപി ഫാനിന് രസിക്കാൻ പറ്റുന്ന സിനിമയാണ്. എന്നാൽ ഇതിൽ പറയുന്ന രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. എന്താണ് മേക്കേഴ്സ് പറയാൻ ഉദ്ദേശിക്കുന്നത്? സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ സർക്കാരുകൾ, പോലീസ് ഇവർക്കെതിരെ നിശിതമായ വിമർശനം തന്നെയാണ് സിനിമ പറയുന്നത്. അത് എത്രത്തോളം എന്താ പറയുക, വളരെ ജെനുവിൻ ആയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കേരള സ്റ്റേറ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ പല ഗവൺമെൻറ്റും ഭരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് റിപ്പോർട്ട്സും എല്ലാം അറിയാം.